الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സ്നേഹാദരണീയരായ വിശ്വാസികളും വിശ്വാസിനികളുമായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകളും ആജ്ഞാനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ സന്ദർഭങ്ങളിലും ശ്രദ്ധിച്ചുകൊണ്ട് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമലുകളിൽ വ്യാപൃതരായി ജീവിത വിജയം കരസ്ഥമാക്കുന്ന സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ പരിശ്രമിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാനിൻ്റെ പുണ്യം നിറഞ്ഞ രാപ്പകലുകൾ ഓരോന്നായി കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വാസികളായ നമ്മൾ ആവുന്നത്ര പുണ്യകർമ്മങ്ങളിൽ നിരതരാകാനുള്ള പരിശ്രമങ്ങളിലാണ്. മറ്റിതര മാസങ്ങളെ അപേക്ഷിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്ന ഒരു കാലം കൂടിയാണ് റമളാനിൻ്റെ കാലം. അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുന്നതോടൊപ്പം തന്നെ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി അവൻ നിർദ്ദേശിച്ചിട്ടുള്ള നിർബന്ധമായതും സുന്നത്തായതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പരമാവധി പാലിക്കാൻ നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലം. ആരാധനകളിലൂടെ നമുക്ക് ലഭിക്കുന്നത് ആത്മസംസ്കരണമാണ്. അതിലൂടെ ജീവിത വിജയമാണ് നമുക്ക് കരഗതമാകാൻ കഴിയുന്നത്. മനസ്സിനെ കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ് ശരിക്ക് ആത്മസംസ്കരണത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം. മനസ്സിനെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞവരാണ് കരുത്തന്മാരെന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ലൈസ ശദീദു ബിസ്സുർഅ, നിങ്ങളുടെ കൂട്ടത്തിലെ ധീരനും കരുത്തനും മറ്റൊരാളോട് മൽപ്പിടുത്തം നടത്തി അവനെ പരാജയപ്പെടുത്തുന്നവനല്ല. ഇന്നമ ശദീദുല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്, നിങ്ങളുടെ മനസ്സിനെ കോപമുണ്ടാകുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് കീഴ്പ്പെടുത്താൻ കഴിഞ്ഞാൽ, അതിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ, അങ്ങനെയുള്ളവനാണ് യഥാർത്ഥ ധീരൻ എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ശരിക്ക് നമ്മൾ അനുഷ്ഠിക്കുന്ന ആരാധനകളിലൂടെ, നമ്മുടെ പുണ്യകർമ്മങ്ങളിലൂടെ മനസ്സിൻ്റെ നിയന്ത്രണം അത് നമ്മൾ ശരിക്ക് കയ്യിലൊതുക്കാൻ
കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ വേണ്ടിയാണ്. മനസ്സിൻ്റെ കടിഞ്ഞാൺ ശക്തമാകണമെങ്കിൽ അള്ളാഹുവിലുള്ള വിശ്വാസവും മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസവും അൽ-ഈമാനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അതാണ് നമ്മുടെ മനോമുഖരങ്ങളിൽ നിറഞ്ഞു നിൽക്കേണ്ടത്. പരിശുദ്ധ റമദാൻ വരുമ്പോഴും നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് അനർത്ഥങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എവിടെ എന്ത് അനർത്ഥങ്ങൾ നടന്നാലും ലോകത്ത് നടക്കുന്ന സകല അധർമ്മങ്ങളുടെയും അനീതിയുടെയും അരാജകത്വ പ്രവണതകളുടെയും ഒക്കെ തന്നെ മൂലകാരണം അന്വേഷിച്ചാൽ നമുക്ക് കണ്ടെത്താൻ കഴിയും, മനുഷ്യൻ്റെ മനസ്സിൽ ധർമ്മബോധമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന്. നമ്മുടെ ചെറുപ്പക്കാർ, യുവജനങ്ങൾ, വിദ്യാർത്ഥികൾ, അവർക്കിടയിൽ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ തിന്മകൾ അധികരിച്ചു വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. മയക്കുമരുന്നിനും ലഹരിക്കും അടിമകളായി അക്രമവാസന വർദ്ധിച്ചു വരുന്നു. കൊലപാതകങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ കാണുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടായാലും ഇതിന് ഒരു പരിഹാരം എന്ത് എന്നുള്ളതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ അത് ഉണ്ടാകേണ്ടതുണ്ട്. ചെറുപ്പക്കാരായാലും മുതിർന്നവരായാലും നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ കുടുംബങ്ങളിലാണ്. കുടുംബത്തിന് അതിൻ്റെ ഒരു കൺട്രോൾ നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകുമ്പോഴാണ് ശരിക്ക് ഇങ്ങനെയുള്ള അരാജകമായ അവസ്ഥകൾ നമുക്കിടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു വ്യക്തി അയാൾ വിശുദ്ധമാകുന്നതോടുകൂടി തന്നെ ആ കുടുംബം നന്നായിത്തീരുന്നു. വ്യക്തികൾ കൂടിയാണ് കുടുംബം ഉണ്ടാകുന്നത്, കുടുംബങ്ങൾ ചേർന്നാണ് സമൂഹം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് മഹാനായ അലി റളിയല്ലാഹു അൻഹു ധാർമ്മികതയുടെ, സദാചാരബോധത്തിൻ്റെ അടിത്തറകളെ പരിചയപ്പെടുത്തിയ സന്ദർഭത്തിൽ 4 കാര്യങ്ങൾ അദ്ദേഹം ഊന്നി സംസാരിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് അൽ ഖൗഫു മിനൽ ജലീൽ വൽ ഖനാഅതു ബിൽ ഖലീൽ വൽ അമലു ബിത് തൻസീൽ വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീം. ഒരു വ്യക്തിക്ക് ജീവിതത്തിൻ്റെ ലക്ഷ്യം പകർന്നു കൊടുക്കുന്ന, അയാളെ സംസ്കാരചിത്തനാക്കുന്ന 4 അടിസ്ഥാന ഘടകങ്ങളെക്കുറിച്ചാണ് അലി റളിയല്ലാഹു അൻഹു സംസാരിച്ചത്. സമീഉം ബസീറുമായ, നമ്മളെ കാണുന്നവനും കേൾക്കുന്നവനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ കൂടെ എപ്പോഴുമുണ്ട് എന്ന ബോധമാണ്, വിശ്വാസമാണ് അള്ളാഹുവിലുള്ള വിശ്വാസത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. എന്നെ പടച്ച, ഈ പ്രപഞ്ചത്തെ പടച്ച റബ്ബ്, എനിക്ക് ജീവനും ജീവിതവും നൽകിയ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, എൻ്റെ സകല നിയന്ത്രണങ്ങളും അവൻ്റെ കയ്യിലാണെന്നുള്ള ബോധം. ലാ തുദ്രികുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ വഹുവൽ ലതീഫുൽ ഖബീർ. ഒരു കണ്ണുകൾക്കും അവനെ കണ്ടെത്താനാവുകയില്ല. കണ്ണുകളെ അവൻ കണ്ടെത്തിക്കൊണ്ടേയിരിക്കുന്നു. അവൻ നിഗൂഢ രഹസ്യങ്ങൾ അറിയുന്നവനും സർവജ്ഞനുമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പരിചയപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു നമ്മെ സംബോധന ചെയ്യുകയാണ്. ഇങ്ങനെയുള്ള റബ്ബിനെ കുറിച്ചുള്ള ഒരു ബോധമാണ്, മഹാനായ പരമകാരുണികനായ അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി നമ്മുടെ മനസ്സിൽ ഉണ്ടാവുക എന്നതാണ് ഈ അധർമ്മങ്ങൾക്കും അഴിഞ്ഞാട്ടങ്ങൾക്കുമൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള ഒന്നാമത്തെ കാര്യമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതേപോലെ തന്നെ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സാമൂഹ്യ ദുരന്തങ്ങളുടെ കാരണം രണ്ടാമതായി നമുക്ക് കാണാൻ കഴിയും കൺസ്യൂമറിസം, ഉപഭോഗ സംസ്കാരം. അത് എമ്പാടും വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്.
ആഡംബര ജീവിതങ്ങളും ആർഭാടങ്ങളും ഇന്ന് സമൂഹത്തിൻ്റെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു രീതിയും ശൈലിയുമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അടിച്ചു പൊളിച്ച് ജീവിക്കാൻ വേണ്ടി മനുഷ്യൻ കടവും കള്ളിയും വാങ്ങി ലോണെടുത്ത് അവസാനം ഒന്നിനും പരിഹാരം കാണാനാകാതെ അവൻ അന്തസ്സംഘർഷങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അതിൻ്റെ പ്രയാസങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെയാണ് അലി റളിയല്ലാഹു അൻഹു അതിൻ്റെ പരിഹാരം എന്നോണം സൂചിപ്പിച്ചത്. ഇത് ഏത് കാലത്തും പ്രസക്തമായ ഒരു ഉത്ബോധനമാണ്. വൽ ഖനാഅതു ബിൽ ഖലീൽ, നിങ്ങൾക്ക് കിട്ടിയ വിഭവങ്ങളെ കൊണ്ട് സംതൃപ്തരാവുക എന്നതാണ്. നിങ്ങൾക്ക് എന്താണോ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത് ഭൗതിക വിഭവങ്ങളായി, അതിൽ സംതൃപ്തിയോടുകൂടി അതിൽ അല്ലാഹുവിനോട് നന്ദിയുള്ളവനായി നിങ്ങൾക്ക് കഴിഞ്ഞുകൂടാനാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അലൈക്കും ബിൽ ഖനാഅ ഫഇന്നൽ ഖനാഅത മാലുൻ ലാ യൻഫദ്. നിങ്ങൾ കിട്ടിയ വിഭവങ്ങളിൽ തൃപ്തിയടഞ്ഞ് കഴിഞ്ഞുകൂടുന്ന മനസ്സിന്റെ ഉടമകളാവുക. അങ്ങനെയുള്ളൊരു മനസ്സ് ഉണ്ടാവുക എന്നത് നിങ്ങളിൽ നിന്ന് ഒരിക്കലും തീർന്നു പോകാത്ത ഏറ്റവും വലിയ സമ്പത്താണ് എന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എന്നാൽ ഇന്നത്തെ ആളുകൾക്ക് എത്ര കിട്ടിയാലും കൊതി തീരാത്ത മതിവരാത്ത ആർത്തിയുടെയും വീണ്ടും വീണ്ടും ഇനിയും കിട്ടണമെന്നുള്ള ദുരാഗ്രഹത്തിൻ്റെയും മനസ്സും പേറി നടക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ മനുഷ്യർ പിടുത്തം വിട്ട ജീവിതമാണ് നയിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ലളിതമായി ജീവിച്ച, ലോകത്തിന് മാതൃക കാണിച്ചു കൊടുത്ത ലോകൈക ഗുരുവാണെന്ന് ചരിത്രത്തിലൂടെ നമ്മളൊന്ന് പരിശോധിച്ചു നോക്കുക. വളരെ പരിമിതമായ സൗകര്യങ്ങളായിരുന്നു പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. അവിടുത്തെ വീട്, നമ്മുടെ ഒരു റൂം എത്ര സ്ക്വയർ ഫീറ്റ് ആണോ അത്രയാണ് പ്രവാചകന്റെ ഒരു വീടിന്റെ വിസ്താരം. അവിടെയുള്ള സൗകര്യങ്ങളും അങ്ങനെയായിരുന്നു. എന്നിട്ടും പ്രവാചക തിരുമേനി പ്രാർത്ഥിച്ചത് എന്താണെന്നോ, അല്ലാഹുമ്മ ഖന്നിഅനി ബിമാ റസഖ്തനി വബാരിക് ലീ ഫീഹി. എൻ്റെ റബ്ബേ, എന്താണ് എനിക്ക് എൻ്റെ ഈ ദുനിയാവിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്, അതിൽ സംതൃപ്തി അടഞ്ഞ് ജീവിക്കാനുള്ളൊരു മനസ്സെനിക്ക് നീ നൽകണമേ എന്നാണ്. അതിലെനിക്ക് ബർക്കത്ത് നൽകണമേ എന്നായിരുന്നു പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നത്. നമുക്ക് തഖ്വാബോധവും ധാർമ്മികമായ ചിന്തകളും ഉണ്ടാക്കി തീർക്കുന്ന ഇത്തരം കാര്യങ്ങളിൽ നിന്ന് അകന്നു പോകുമ്പോഴാണ് പ്രശ്നങ്ങളിലേക്ക് നമ്മൾ ചെന്നു ചാടുന്നത് എന്ന് കണ്ടെത്താൻ കഴിയും. അതേപോലെ തന്നെ നമുക്കറിയാം, ഇന്ന് ശിഥിലമാകുന്ന കുടുംബങ്ങളെ, കുടുംബ ബന്ധങ്ങളെ, അതും പ്രശ്നമായി വരുന്നു. കുടുംബം എന്ന് പറഞ്ഞാൽ അതിലെ അംഗങ്ങൾക്ക് സുരക്ഷിതത്വം നൽകുന്ന, സമൂഹത്തിൽ ഒരിക്കലും ഒഴിവില്ലാത്ത മഹത്തായ ഒരു സ്ഥാപനമാകണം. ഇന്ന് ആ അവസ്ഥ മാറിയിട്ടുണ്ട്. കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും സുരക്ഷിതത്വ ബോധം നൽകുന്ന ഒരു മഹത്തായ സ്ഥാപനമായിക്കൊണ്ടാണ് ഇസ്ലാം കുടുംബത്തെ പരിചയപ്പെടുത്തി തരുന്നത്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബജീവിതത്തിലൂടെ നമുക്ക് ലോകത്തിന് തന്നെ മാതൃക കാണിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിനെയൊക്കെ തകർക്കുന്ന വിധത്തിലുള്ള ലിബറലിസവും മതനിരാസവും ഒക്കെ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. വിവാഹത്തിന് വരുന്ന സന്ദർഭത്തിൽ ഈ കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ ഒരു വേദനയായി നിലകൊള്ളുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. ഇതിനും പരിഹാരം എന്താണ്? പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ നാം മാതൃകയായി സ്വീകരിക്കുക എന്നതാണ്. അലി റളിയല്ലാഹു അൻഹു മൂന്നാമതായി ഒരു സമൂഹത്തിന്റെ വളർച്ചയ്ക്ക്, അഭിവൃദ്ധിക്ക്, പുരോഗതിക്ക് നിർദ്ദേശിച്ചിട്ടുള്ള കാര്യം വൽ അമലു ബിത്തൻസീൽ. നിങ്ങൾക്ക് രക്ഷാകവചമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു തന്നിട്ടുള്ള വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങളെ, ഖുർആനിന്റെ ആയത്തുകളെ നിങ്ങളുടെ ജീവിതത്തിൽ ആവിഷ്കരിച്ചുകൊണ്ട് അത് പ്രാവർത്തികമാക്കിക്കൊണ്ട് നിങ്ങൾ ജീവിതത്തിലൂടെ കടന്നുപോയാൽ തീർച്ചയായും സമാധാനമുള്ള, ശാന്തമായ,
സ്വസ്ഥതയുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് നയിക്കാനാകുമെന്നാണ് അവിടെ നിന്ന് നിർദ്ദേശിച്ചിട്ടുള്ളത്. നോക്കൂ, നിങ്ങൾ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയെടുത്ത അവിടുത്തെ ഉത്തമ സമൂഹം നബിയിൽ നിന്ന് ഖുർആൻ പഠിച്ച ഉടനെ തന്നെ അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്നവരായിരുന്നു. പ്രവാചക ശിഷ്യന്മാരിൽ പ്രമുഖനായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങൾ പ്രവാചകന്റെ സദസ്സിൽ നിന്ന് ഖുർആൻ പഠിക്കുകയാണെങ്കിൽ, ഞങ്ങൾ 10 ആയത്ത് പഠിക്കുകയാണെങ്കിൽ, കാന റജുലു മിന്നാ ഇദാ തഅല്ലമ 10 ആയാത്തിൻ ലം യതജാവസുഹുന്ന ഹത്താ യഅരിഫ മആനിഹിന്ന വൽ അമല ബിഹിന്ന. 10 ആയത്ത് നബിയുടെ സദസ്സിൽ നിന്ന് ഞങ്ങൾ പഠിച്ചാൽ അതിൻ്റെ ആശയങ്ങളെ കൃത്യമായി ഉൾക്കൊള്ളുകയും അത് ജീവിതത്തിൽ നടപ്പിലാക്കുകയും ചെയ്തതിന് ശേഷമാണ് തുടർന്നുള്ള ആയത്തുകൾ ഞങ്ങൾ പഠിച്ചിരുന്നത് എന്ന് അവിടുന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എത്രമേൽ പ്രാധാന്യമുള്ള കാര്യമാണ് ഇവിടെ അലി റളിയല്ലാഹു അൻഹു നമ്മെ ഉണർത്തുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, റമളാൻ ഒരു അവസരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയൊരു സൗഭാഗ്യമാണ്. മനുഷ്യ സഹജമായ പോരായ്മകളും തെറ്റുകളും വീഴ്ചകളും ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷേ അതെല്ലാം തിരുത്താനും അള്ളാഹുവിലേക്ക് മടങ്ങാനും അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുവാനുമുള്ളൊരു സാഹചര്യമായി കൊണ്ട് ഈ റമളാനിനെ നമ്മൾ കാണേണ്ടതുണ്ട്. ഖുർആനിന്റെ ഉത്ബോധനം അതാണ്, ഖദ് അഫ്ലഹ മൻ സക്കാഹ. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ സംസ്കരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ വിജയിച്ചു. അങ്ങനെയുള്ളവനാണ് വിജയം വരിച്ചവൻ. വഖദ് ഖാബ മൻ തസ്സാഹ. അതിനെ ചവിട്ടിത്താഴ്ത്തിയവൻ പരാജയപ്പെടുക തന്നെ ചെയ്യുമെന്നാണ്. നമ്മുടെ ആത്മാവിനെ വിശുദ്ധമാക്കി അതിനെ സംസ്കരിച്ച് ശുദ്ധീകരിച്ചുകൊണ്ട് നമ്മൾ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ശ്രമിക്കണം. നമ്മുടെ മനസ്സിന് ഈ തഖ്വാബോധം നൽകാനും അത് നിലനിൽക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും വേണം. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ. അല്ലാഹുവേ, എൻ്റെ മനസ്സിന് എൻ്റെ ഹൃദയഭക്തിയെ നീ നൽകണമേ. വസക്കിഹ. അതിനെ നീ ശുദ്ധീകരിക്കണമേ. അന്ത ഖൈറു മൻ സക്കാഹ. മനസ്സിനെ ശുദ്ധീകരിക്കുന്നവനിൽ ഉത്തമൻ നീയാണ് റബ്ബേ എന്ന് റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ നമ്മുടെ സ്വന്തങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. അതുകൊണ്ടാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നമ്മെ ഉണർത്തിയിട്ടുള്ളത്, ഹാസിബു അൻഫുസഹും ഖബ്ല അൻ തുഹാസബു. അല്ലാഹുവിന്റെ വിചാരണക്ക് നിങ്ങൾ വിധേയരാകുന്നതിന് മുമ്പ് നിങ്ങൾ ഓരോരുത്തരും സ്വന്തത്തെ തന്നെ ഒന്ന് വിചാരണക്ക് വിധേയമാക്കുക എന്നാണ്. നമ്മൾ എത്രയുണ്ട് എന്ന് നമ്മൾ തന്നെ നമ്മുടെ ഒന്ന് കണക്ക് പരിശോധിക്കുക. റമളാനിന്റെ ഈ പുണ്യമേറിയ ദിവസങ്ങൾ കുറച്ച് ഒറ്റയ്ക്കിരുന്ന് ഇതിനു വേണ്ടി കൂടി നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട്. ഞാൻ നമസ്കരിച്ച എൻ്റെ തറാവീഹ് നമസ്കാരത്തിൽ എനിക്ക് എത്രമേൽ ഹൃദയഭക്തി ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തിനിടയിൽ എത്ര ഞാൻ അള്ളാഹുവിനെ കുറിച്ച് ഓർത്തിട്ടുണ്ട്, എത്ര അതിൽ ഏകാഗ്രത പുലർത്താൻ എനിക്ക് കഴിച്ചിട്ടുണ്ട്. എൻ്റെ ഖുശൂഉം ഖുളൂഉം ഒക്കെ അതിൽ എത്രമേലുണ്ട്. നമ്മുടെ നമസ്കാരത്തെ കുറിച്ച് നമ്മൾ പരിശോധിക്കുക. നാം അനുഷ്ഠിച്ച നോമ്പിന് പരിക്ക് പറ്റുന്നുണ്ടെങ്കിൽ ആ പരിക്കുകളെ തീർത്തുകൊണ്ടായിരിക്കണം ഇനിയുള്ള എൻ്റെ ദിവസങ്ങളിലെ നോമ്പ് എന്ന ഒരു ആത്മപരിശോധന നമ്മൾ നടത്തേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ പുണ്യകർമ്മങ്ങളെയും അവിടുന്ന് പറയുകയുണ്ടായി, വസ്സിനു അൻഫുസകും ഖബ്ല അൻ തുസനു. അല്ലാഹു നിങ്ങളെ തൂക്കി കണക്കാക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. നമ്മൾ നോക്കൂ, നമ്മുടെ എല്ലാ കാര്യങ്ങളും എത്ര നന്നാകണം, കുറ്റമറ്റതായിരിക്കണം, പോരായ്മ ഇല്ലാത്തതായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളൊരു ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ ഭക്ഷണം പാകം ചെയ്യണം അല്ലെങ്കിൽ കഴിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. നമ്മളൊരു വസ്ത്രം ധരിക്കുകയാണെങ്കിൽ എൻ്റെ വസ്ത്രത്തിന് ഒരു കുറവും കുറ്റവും ഇല്ലാതിരിക്കണം എന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നു. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. ദുനിയാവിൻ്റെ കാര്യങ്ങൾ ഇത് പടച്ചോന് കൊടുക്കാനുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ നമസ്കാരവും
അതേപോലെ തന്നെ നമ്മുടെ നോമ്പും നമ്മുടെ ഖുർആൻ പാരായണവും നമ്മുടെ സക്കാത്തും ദാനധർമ്മങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് സാമൂഹ്യക്ഷേമ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അള്ളാഹുവിന് കൊടുക്കാനുള്ള മുതലാണ്. അത് ഏറ്റവും നല്ല രീതിയിൽ കൊടുത്താലേ പടച്ചോൻ അത് സ്വീകരിക്കുള്ളൂ എന്നാണ്. കാരണം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പരിചയപ്പെടുത്തി പറഞ്ഞത് ഇന്നല്ലാഹ ത്വയ്യിബ്, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല അത്യുത്തമനാകുന്നു. വലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ, നിങ്ങളിൽ നിന്ന് ഏറ്റവും ഉത്തമമായതല്ലാതെ പടച്ച തമ്പുരാൻ സ്വീകരിക്കുകയില്ല എന്നാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു മനസ്ഥിതി കൂടി ഈ സന്ദർഭത്തിൽ നമുക്കുണ്ടാകേണ്ടതുണ്ട്. എല്ലാം കുറ്റമറ്റ രീതിയിൽ നിർവഹിക്കാൻ നമുക്ക് കഴിയണമെന്നാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് തൂക്കിക്കണക്കാക്കി നോക്കുക എന്നാണ്. നമ്മൾ സാധാരണ മറ്റുള്ളവരെ തൂക്കാനാണ് ശ്രമിക്കാറുള്ളത്. അവൻ എത്ര ഉണ്ട് എന്ന് എനിക്കറിയില്ലേ എന്ന നമ്മുടെ സാധാരണയുള്ള സംസാരത്തിൽ മറ്റുള്ളവരെ തൂക്കുന്നതിന് മുമ്പ് നമ്മൾ നമ്മളെ തൂക്കി നമ്മളിലേക്ക് തന്നെ ഒരു ടോർച്ചടി നടത്തി നമ്മുടെ പോരായ്മകൾ കണ്ടെത്തി അത് തിരുത്താനുള്ള അവസരങ്ങൾ, നമ്മുടെ കുറ്റവും കുറവും തിരുത്താനുള്ള അവസരങ്ങളായി കൊണ്ടുകൂടി റമളാനിനെ ഉപയോഗപ്പെടുത്തണമെന്നാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഉപദേശിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ പറയുമായിരുന്നു, റഹിമല്ലാഹു ഇംറഅൻ അഹ്ദാ ഇലയ്യ ഉയൂബി, എൻ്റെ ന്യൂനതകളും എൻ്റെ കുറ്റങ്ങളും കുറവുകളും എൻ്റെ പോരായ്മകളും എനിക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്ന ഒരു വ്യക്തിക്ക് അള്ളാഹു കരുണ ചൊരിയട്ടെ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു. അദ്ദേഹം ആരാണ്? മിനൽ അശറത്തിൽ മുബശ്ശിരീൻ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടിട്ടുള്ള പ്രവാചക ശിഷ്യന്മാരിൽ പ്രമുഖനായ ഉമർ റളിയല്ലാഹു അൻഹു എനിക്കേതായാലും സ്വർഗമുണ്ടല്ലോ എന്ന നിലക്ക് നിൽക്കുകയില്ല. പ്രവാചകൻ എനിക്ക് സന്തോഷ വാർത്ത അറിയിച്ച സ്വർഗത്തിന് ഞാൻ അർഹനാകാൻ എൻ്റെ ജീവിതത്തിൽ കുറ്റങ്ങൾ ഉണ്ടാകരുത്, പോരായ്മകൾ ഉണ്ടാകരുത് എന്ന ദൃഢനിശ്ചയം കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞിരുന്നത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. പിന്നീട് അദ്ദേഹം പറഞ്ഞത്, ഏറ്റവും വലിയ ഒരു പ്രദർശന ദിനം വരാനുണ്ട്, ഒരു എക്സിബിഷൻ നടക്കുന്ന ദിവസം വരാനുണ്ട്, അൽ അറദുൽ അക്ബർ, അതിനു വേണ്ടി നിങ്ങൾ ഒരുങ്ങണമെന്നാണ്. അവിടെ എക്സിബിറ്റ് ചെയ്യുന്നത് ആരെയായിരിക്കും? ഓരോ മനുഷ്യന്മാരും അവരെയും അവരുടെ ജീവിതത്തെയും അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസത്തെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യൗമ യജ്മഉകും ലിയൗമിൽ ജം ദാലിക യൗമുത് തഗാബുൻ. ആ ഒരു മഹാസമ്മേളനത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന ആ ദിവസം, ആ ദിവസത്തിൽ ദാലിക യൗമുത് തഗാബുൻ, അതാണ് ഓരോ വ്യക്തിക്കും തങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ നഷ്ടങ്ങൾ ബോധ്യപ്പെടുന്ന ദിവസം എന്നാണ്. യൗമുത് തഗാബുൻ, നഷ്ടം ബോധ്യപ്പെടുന്ന ദിവസമാണ് എന്നാണ്. അവിടെ നഷ്ടം ബോധ്യപ്പെട്ടിട്ട് അത് നികത്താനോ തിരുത്താനോ അവസരം ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് നേരത്തെ തന്നെ നമ്മൾ നഷ്ടക്കാരാകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു പ്രതിജ്ഞ നമ്മൾ എടുക്കണം എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നമ്മെ ഉണർത്തിയിട്ടുള്ളത്. സഹോദരങ്ങളെ, അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. അള്ളാഹുവിന്റെ കിതാബുമായി ഏറ്റവും കൂടുതൽ ഹൃദയബന്ധം സ്ഥാപിച്ചുകൊണ്ട് ഖുർആൻ പാരായണത്തിന്, അതേപോലെ തന്നെ അള്ളാഹുവിനെ ഓർക്കാനുള്ള ദിക്റുകളിലും പ്രാർത്ഥനകളിലും മുഴുകി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്തുകളെ വർദ്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് ആവുന്നത്ര മറ്റുള്ള ആളുകൾക്ക് എന്തൊക്കെ സഹായങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുമോ, അത് ശാരീരികമാണെങ്കിൽ അങ്ങനെ, സാമ്പത്തികമാണെങ്കിൽ അങ്ങനെ, അതുമൊന്നുമല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് വേണ്ടി നിഷ്കളങ്കമായി പ്രാർത്ഥന കൊണ്ട് അവരെ സഹായിക്കാനും തലോടാനും നമുക്ക് കഴിഞ്ഞാൽ അതിന് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രതിഫലം കിട്ടുന്ന ധന്യമായ അവസരങ്ങളാണ് ഈ റമളാനിന്റെ വേളകൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മൾ അനുഷ്ഠിക്കുന്ന എല്ലാ ഇബാദത്തുകളെ കൊണ്ടും ഉദ്ദേശിക്കുന്നത് നമ്മുടെ തത്വബോധം വർദ്ധിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതം അത് സംസ്കരിക്കപ്പെടുക എന്നുള്ളതാണ്.
അതുകൊണ്ട് ദുനിയാവിൽ നമുക്ക് നേട്ടമുണ്ടാകണം, നമുക്ക് മാത്രമല്ല നാമുമായി ഇടപഴകുന്ന എല്ലാവർക്കും അതിൻ്റെ ഗുണഫലങ്ങൾ ലഭിക്കണം. അങ്ങനെയുള്ള ഒരു ജീവിതം ചിട്ടപ്പെടുത്താൻ നമ്മൾ പരിശ്രമിക്കുക. റഹ്മാനായ റബ്ബ് അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന മിൻ കുല്ലി ദൻബ് ഫസ്തഗ്ഫിറൂഹു ഫഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله عباد الله. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ എല്ലാ സന്ദർഭങ്ങളിലും ഓർത്തുകൊണ്ട് യഥാർത്ഥ മുസ്ലിങ്ങളായി ജീവിച്ച് മരിക്കാൻ പരമാവധി പരിശ്രമിക്കുക. റഹ്മാനായ റബ്ബ് നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ലളിത മനോഹരമായ ഒരു ഉപമയിലൂടെ ആരാണ് വിശ്വാസി എന്ന് നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, അൽ മുഅ്മിനു കന്നഹല, ഒരു വിശ്വാസി അവൻ ഒരു തേനീച്ചയെ പോലെയാണ്. തഅക്കുലു ത്വയ്യിബ, തേനീച്ച ഏറ്റവും നല്ലതേ ഭക്ഷിക്കുകയുള്ളൂ. പൂക്കളിൽ പോയി പൂമ്പൊടിയും പൂന്തേനും അത് ഭക്ഷിച്ചു കൊണ്ടുവരികയും ത്വയ്യിബ, ഏറ്റവും നല്ലത് അത് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. നല്ലത് ഭക്ഷിച്ച് നല്ലത് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു തേനീച്ചയെ പോലെയാണ് ഒരു വിശ്വാസി എന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചത്. നമ്മൾ എങ്ങനെയായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ? നമ്മൾ തിന്നുന്നത് നല്ലതായിരിക്കണം, നമ്മൾ മറ്റുള്ളവർക്ക് തിന്നാൻ കൊടുക്കുന്നത് നല്ലതായിരിക്കണം, കുടിക്കുന്നത് നല്ലതായിരിക്കണം, കൊടുക്കുന്നത് നല്ലതായിരിക്കണം, നമ്മൾ ഉടുക്കുന്നത് നല്ലതായിരിക്കണം, മറ്റുള്ളവരെ ഉടുപ്പിക്കുന്നതും നല്ലതായിരിക്കണം. എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെ നമ്മൾ ആകണമെന്ന് അവൻ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ നമ്മൾ ആകണം എന്നുള്ളതാണ്. നമ്മുടെ യാത്രകൾ നല്ലതായിരിക്കണം, നല്ലതിന് വേണ്ടിയായിരിക്കണം. നമ്മുടെ പരിശ്രമങ്ങൾ നല്ലതായിരിക്കണം, നല്ലതിന് വേണ്ടിയായിരിക്കണം. നല്ലത് നൽകുന്നു എന്നുമാണ്. തേൻ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിലെ അധ്യായം തന്നെയുണ്ട്, അന്നഹൽ, തേനീച്ച എന്ന അധ്യായം. തേൻ ശിഫയാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. തേനീച്ചക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധനം നൽകുന്നതിനെ കുറിച്ച് ഖുർആൻ അവിടെ വിശദീകരിക്കുന്നുണ്ട്. അത് വിശദീകരിക്കുകയല്ല ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. നോക്കൂ നിങ്ങൾ, തേനീച്ച നല്ലത് കഴിക്കുകയും ഏറ്റവും നല്ല പോഷണവും പോഷകവും രോഗശമനവുമുള്ള തേനിനെ അത് മറ്റുള്ളവർക്ക് നൽകുകയും ചെയ്യുന്നു. അങ്ങനെയുള്ളവരാണ് ശരിക്ക്, അങ്ങനെയുള്ള ഒരു ഈച്ചയെ പോലെയാണ് വിശ്വാസി എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ എവിടെ എപ്പോൾ ആരോട് പെരുമാറുകയാണെങ്കിലും എവിടെ ചെല്ലുകയാണെങ്കിലും നമ്മുടെ സാന്നിധ്യം പോലും മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന രൂപത്തിലാകണമെന്നാണ് ഇതുകൊണ്ടൊക്കെ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. വൈദാ വഖഅത അലാ ഊദിൻ ലം തുക്സിറുഹു, ഒരു തേനീച്ച ഏതെങ്കിലും ഒരു ചെടിയുടെ ചില്ലയിൽ പോയി ഇരിക്കുകയാണെങ്കിൽ ആ ചില്ലക്ക് പോലും ഒരു പരിക്ക് അതുകൊണ്ട് ഏൽപ്പിക്കുകയില്ല. മറ്റുള്ളവർക്ക് പരിക്കേൽപ്പിക്കാത്ത സ്വഭാവം, അത് നമ്മുടെ വിശ്വാസത്തിൻ്റെയും നമ്മൾ ഉൾക്കൊണ്ടിട്ടുള്ള ആദർശത്തിൻ്റെയും ഭാഗമായി ഉണ്ടാകേണ്ടതാണ്. അതുകൊണ്ടാണ് ഒരു മുസ്ലിമിൻ്റെ ഐഡന്റിറ്റിയായി പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തന്നത്, അൽ മുസ്ലിം മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി എന്ന്. മുസ്ലിം എന്ന് പറഞ്ഞാൽ മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി, അവന്റെ നാവിൽ നിന്നും കയ്യിൽ നിന്നും എല്ലാ മനുഷ്യരും സുരക്ഷിതരായവനാണ് എന്നാണ്. ഈ ഒരവസ്ഥയിലേക്ക് അൽ ഈമാനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലുള്ള നമ്മുടെ വിശ്വാസവും പരലോകത്തുള്ള നമ്മുടെ വിശ്വാസവും
നമ്മളെ വളർത്തുകയും നമ്മളെ ഉയർത്തുകയും നമ്മെ സംസ്കരിക്കുകയും നമ്മെ അങ്ങനെ സ്വർഗത്തിന്റെ അവകാശികളാക്കി തീർക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെല്ലാം നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ റമളാൻ നമുക്ക് കിട്ടിയ അവസരമായി നമ്മൾ കണ്ടുകൊണ്ട് അതിനെ എല്ലാ നിലക്കും ഉപയോഗപ്പെടുത്തുക. പരിശുദ്ധ റമളാനിന്റെ എല്ലാ സൗഭാഗ്യങ്ങളും ഒന്നും നഷ്ടപ്പെടാതെ അത് വാരിക്കൂട്ടുന്ന സ്വാലിഹീങ്ങളായ ആളുകളിൽ റഹ്മാനായ റബ്ബ് നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ പറ്റിപ്പോയിട്ടുള്ള ചെറുതും വലുതും രഹസ്യമായും പരസ്യമായും സംഭവിച്ച കുറ്റങ്ങൾ, അബദ്ധങ്ങൾ നിന്റെ ഫളല് കൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ. ഞങ്ങൾക്കിടയിലെ രോഗികൾക്ക് ശിഫയും ശമനവും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഇണകളിലൂടെ മക്കളിലൂടെ ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഞങ്ങളുടെ മക്കളുടെ പഠനവും പരീക്ഷയും നീ എളുപ്പമാക്കി തീർക്കണമേ. അവരെ നല്ല മക്കളായി നീ വളർത്തുകയും ഉയർത്തുകയും അങ്ങനെ തന്നെ നിലനിർത്തുകയും ചെയ്യണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.